GST നിരക്കിളവ് ഉപഭോക്താക്കൾക്ക് കൈമാറാതെ ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടാൻ കമ്പനികൾ ശ്രമിക്കാമെന്ന മുന്നറിയിപ്പുമായി മന്ത്രി KN ബാലഗോപാൽ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാസ് ഓൺ ചെയ്യണം സാധാരണ ആളുകൾക്ക്, അത് ചെയ്യുന്നില്ല. കേരളം നേരത്തെ നടത്തിയ സ്റ്റഡിയിൽ 25 ജനങ്ങൾ ഞങ്ങൾ സ്റ്റഡി നടത്തി 2017-18 സമയത്ത് കുറച്ചതിനകത്ത് ആർക്കും അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ല. ഇത് മൾട്ടിനാഷണൽ ആയിട്ടുള്ള വലിയ വലിയ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പ്രശ്നവും ആശങ്കയാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ഞങ്ങൾ പറഞ്ഞ ആശങ്ക കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. എന്തായാലും പൊതു സമൂഹത്തിന് മുന്നിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ സ്വീകരണം ഈ പറഞ്ഞ ടാക്സ് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ അഭിനന്ദനമാണ്. അവിടെ അവസാനം ചർച്ച ചെയ്തപ്പോൾ ആ MP-മാരും പറയേണ്ടി വന്നു, നേരത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ യോഗത്തിൻ്റെ തീരുമാനമായിട്ട് പ്രസ്താവന വന്നത് ഈ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വ്യാപാരികൾ തയ്യാറാവണം, മാനുഫാക്ചറേഴ്സ് തയ്യാറാവണം, എല്ലാവരും അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് ഇടണം. ഇപ്പോൾ കാറുകളുടെ ലിസ്റ്റുകൾ വന്നു, മറ്റ് പല സാധനങ്ങളുടെ ലിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പം ഇത് കുറയ്ക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ബിസ്ക്കറ്റ് കമ്പനിയുടെ ഞാൻ അത് വായിച്ചില്ല. ബിസ്ക്കറ്റിൻ്റെ കനം കൂട്ടുക എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ കനം കൂട്ടില്ലെന്ന് മാത്രമല്ല, കാറുകളായാലും ടെലിവിഷനുകളായാലും 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 1 കോടിയൊക്കെ ഉള്ള സാധനത്തിൻ്റെ ബ്രാൻഡ് ഒന്ന് മാറ്റും. ഫോണിപ്പോൾ നിങ്ങൾ കയ്യിരിക്കുന്നതിൻ്റെ ഫോണിന് Z എന്നൊരു മോഡലാണെങ്കിൽ Z1 എന്നോ അല്ലെങ്കിൽ വേറൊരു പേര് എഴുതും. ഇത് നേരത്തെ നടന്നിട്ടുള്ളതാണ്. ഇത് വാസ്തവത്തിൽ കോർപ്പറേറ്റുകളെ ഫലത്തിൽ സഹായിക്കാനേ ഈ GSTയുടെ പരിഷ്കാരം ഫലത്തിൽ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക പറഞ്ഞത്.